ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അമ്മുമ്മ കഥ, രാമായണം വായന എന്ന് പറയുന്നത് വളരെ ചിരപുരാതനമായ ഒരു വായനയായിരുന്നു. 5000 വർഷത്തെ പഴക്കമുണ്ട് ഈ വായനയ്ക്ക് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിൽ 9ാം നൂറ്റാണ്ട് മുതൽ വാഴപ്പള്ളി ശിലാശാസനം ഉൾപ്പെടെയുള്ള രേഖകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, ക്ഷേത്ര സംബന്ധിയായ ഗ്രന്ഥവരികൾ. ഈ ക്ഷേത്ര സംബന്ധിയായ ഗ്രന്ഥവരികളിൽ ഒരിടത്തും രാമായണം ക്ഷേത്രത്തിൽ വായിച്ചിരുന്നതിനെ സംബന്ധിച്ച് ഒരു വരി തെളിവ് പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രാമായണം വായിച്ചിരുന്നില്ല. വൈദിക ഹൈന്ദവ പാരമ്പര്യം വീണ്ടെടുത്ത് ഇന്ത്യയെ നവീകരിക്കാൻ ശ്രമിക്കുന്ന യുദ്ധോത്സുകവും ദേശാതിർത്തികളെ ഉല്ലംഘിക്കുന്നതുമായ ഒരു പ്രസ്ഥാനമാണ് അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഹിന്ദുത്വം. ഇതിഹാസ പുരാണങ്ങളെ വർഗീയതയുടെ പാഠങ്ങളായി ചിലർ വ്യാഖ്യാനിക്കുമ്പോൾ വർഗീയ ശക്തികൾ വ്യാഖ്യാനിക്കുമ്പോൾ പുരോഗമന ശക്തികൾ എന്ത് ചെയ്യണം? മതനിരപേക്ഷമായി ഇതിഹാസ പുരാണ പാഠങ്ങളെ കെട്ടഴിച്ച് വിടണം. എങ്ങനെ കെട്ടഴിച്ച് വിടണമെന്നാണ് ഈ പറയുന്നത്. ഈ പശുവിനെയും പോത്തിനെയും കാളയൊക്കെ ഇങ്ങനെ കെട്ടഴിച്ച് വിടുന്നത് പോലെ കെട്ടഴിച്ച് വിട്ടാൽ മതിയോ? ഈ കെട്ടഴിച്ച് വിട്ടാലുള്ള അനന്തരഫലം എന്തായിരിക്കും? ആ അനന്തരഫലത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിഹാസ പുരാണങ്ങളുടെ വായനാ രീതികൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇതിഹാസങ്ങളും പുരാണങ്ങളും അതിൻ്റെ വായനാ രീതികൾ, അത് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ, അത് സൃഷ്ടിച്ച പ്രതിസന്ധികൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് ആഴത്തിൽ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ വായിച്ചതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നും ആ വായന സൃഷ്ടിച്ച അപകടം എന്ത് എന്നും നാം പുനർചിന്തിക്കേണ്ട ഒരു സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ് ആമുഖമായി വിഷയത്തിലേക്ക് കടക്കുമ്പോൾ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ജ്ഞാനോദയത്തെ സംബന്ധിച്ച വിഷയം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ പറയും, ഹിന്ദുയിസത്തിൻ്റെ ജ്ഞാന സിദ്ധാന്തങ്ങളോടും അസ്തിത്വ ദർശനങ്ങളോടുമുള്ള വിമർശനാത്മക ഇടപെടലുകൾ ഭാവനയുടെ മതനിരപേക്ഷവൽക്കരണത്തിന് അനിവാര്യമാണ്. ജ്ഞാനോദയ പ്രസ്ഥാനം എന്നാൽ ഇതല്ലാതെ മറ്റൊന്നല്ല. അപ്പോൾ ഹിന്ദുയിസത്തിൻ്റെ ജ്ഞാന സിദ്ധാന്തങ്ങളോടും അതിൻ്റെ അസ്തിത്വ ദർശനങ്ങളോടും വിമർശനാത്മക ഇടപെടലുകൾ വേണമെന്നാണ് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാനന്ദ സൂചിപ്പിക്കുന്നത്. അവർ പറയുന്നത്, ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ, സഹിഷ്ണുത, ശാസ്ത്രയുക്തി വിചാരം എന്നീ ആശയങ്ങൾക്കനുസൃതമായി ജീവിക്കുക എന്നതാണ് ഇന്ത്യ അഭിലഷിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. എന്നാൽ പ്രശ്നമിതാണ്, സാധാരണ ജനതയുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ ആശയങ്ങളൊന്നും തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. 2 പോയിൻ്റ് കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. മീരാനന്ദ പറയും, അതിപ്രാക്തനമെന്ന് കരുതപ്പെടുന്ന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈദിക ഹൈന്ദവ പാരമ്പര്യം വീണ്ടെടുത്ത് ഇന്ത്യയെ നവീകരിക്കാൻ ശ്രമിക്കുന്ന യുദ്ധോത്സുകവും ദേശാതിർത്തികളെ ഉല്ലംഘിക്കുന്നതുമായ ഒരു പ്രസ്ഥാനമാണ് അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഹിന്ദുത്വം. ഹിന്ദുത്വം എന്താണെന്ന് മീരാനന്ദ നിർവചിക്കുകയാണ്. അവർ പറയുന്നു, അതിപ്രാക്തനമെന്ന് കരുതപ്പെടുന്ന ഇന്ത്യൻ സംസ്കാരം, അതിൻ്റെ വൈദിക ഹൈന്ദവ പാരമ്പര്യം വീണ്ടെടുത്ത് ഇന്ത്യയെ നവീകരിക്കാൻ ശ്രമിക്കുന്ന യുദ്ധോത്സുകവും ഹിംസാത്മകവുമായ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഹിന്ദുത്വം എന്നാണ് മീരാനന്ദ പറയുന്നത്. മീരാനന്ദയുടെ വാക്കുകളെ ശക്തമാക്കുന്ന രീതിയിൽ കഴിഞ്ഞ മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് രാമനെ അടിസ്ഥാനപ്പെടുത്തിയും രാമരാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് ഇന്ത്യയുടെ ദേശരാഷ്ട്ര സങ്കല്പം നിലനിൽക്കുന്നത് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. നിക്കി കടി എന്ന് പറയുന്ന സാമൂഹ്യശാസ്ത്രജ്ഞൻ പറയുന്നു, മതഗ്രന്ഥങ്ങളെ സൗകര്യപൂർവ്വം പുനർവ്യാഖ്യാനിച്ച്
രാഷ്ട്രീയ അധികാരം നേടിയെടുക്കാനും രാഷ്ട്രത്തിനാകെ മതാധിഷ്ഠിതമായൊരു പുത്തൻ ധാർമ്മിക അടിത്തറ പ്രദാനം ചെയ്യാനും ശ്രമിക്കുന്ന സാമൂഹ്യമായി പിന്തിരിപ്പനായ ജനപക്ഷ നാട്യക്കാരായ പ്രസ്ഥാനങ്ങളെ കുറിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അഭിനവ മതരാഷ്ട്രീയം എന്ന പ്രയോഗമാണ്. അഭിനവ മതരാഷ്ട്രീയം. മീരാനന്ദയുടെ ഒരു വാക്കും കൂടെ കോട്ട് ചെയ്യാം. മീരാനന്ദ പറയുന്നു, വൈദിക അദ്വൈതവും സമഗ്ര സത്താവാദവും നൂറ്റാണ്ടുകളായി താങ്ങി നിർത്തുന്ന ജാതി വ്യവസ്ഥ മാത്രം എടുത്താൽ മതി ബ്രാഹ്മണിക യാഥാസ്ഥിതികത്വത്തിൻ്റെ തത്വവിജ്ഞാനീയത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഇന്ത്യൻ ഭരണഘടന ആണയിട്ടുറപ്പിക്കുന്ന നവീകരണവാദത്തിൻ്റെയും മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെയും അന്തസത്തയ്ക്ക് ഘടകവിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ. ഈ പ്രസ്താവനയിൽ നിന്നാണ് ഞാൻ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. മീരാനന്ദ പറയുന്നത്, വൈദിക അദ്വൈതവും സമഗ്ര സത്താവാദവും വേദിക് മോണിസം നൂറ്റാണ്ടുകളായി താങ്ങി നിർത്തുന്ന ജാതി വ്യവസ്ഥ അത് മാത്രം എടുത്താൽ മതി ബ്രാഹ്മണിക യാഥാസ്ഥിതികത്വത്തിൻ്റെ തത്വവിജ്ഞാനീയത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. അതെന്തിനെയാണ് തകർക്കുന്നത്? ഇതിഹാസങ്ങളിലേക്ക്, പുരാണങ്ങളിലേക്ക്, വേദങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്ക് ഇന്ത്യൻ ഭരണഘടന ആണയിട്ടുറപ്പിക്കുന്ന നവീകരണവാദത്തെയും മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെയുമാണ് തകർക്കുന്നത് എന്നാണ് മീരാനന്ദ പറഞ്ഞു വെക്കുന്നത്. അപ്പം പ്രൊഫസർ മീരാനന്ദ പറയുന്ന കാര്യം, ഭാവനയുടെ മതനിരപേക്ഷവൽക്കരണത്തിന് ഇന്ത്യൻ ഭരണഘടന ആണയിട്ടുറപ്പിക്കുന്ന ജനാധിപത്യം തകരാതിരിക്കുന്നതിന് എന്തു വേണം? ഈ വൈദിക സത്താവാദത്തിലേക്കും ഇതിഹാസ പുരാണ പാഠങ്ങളിലേക്കും തിരിച്ചു പോകാൻ പാടില്ല എന്നാണ് മീരാനന്ദ അവരുടെ പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന സുപ്രധാനമായ ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ആമുഖമായി ഇത്രയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നത് എന്ന് സാരം. ഇനിയും നമ്മൾ വരേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതിഹാസ പുരാണ പാഠങ്ങളെ സമീപിക്കേണ്ടത്? കുറച്ചൊരു സൈദ്ധാന്തിക വിഷയമാണ്. എങ്ങനെയാണ് ഇതിഹാസ പുരാണങ്ങൾ വായിക്കേണ്ടത്? കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം വായിക്കുന്നുണ്ട്. ആ വായന ഇപ്പോൾ കുറേയധികം ശക്തമായിട്ടുണ്ട്. കർക്കിടക മാസത്തിലെ വായന വളരെയധികം ശക്തമായിട്ടുണ്ട്. ആ വായനയുടെ ഒരു പ്രത്യേകത, മുമ്പ് ഈ വായനയുമായി ബന്ധപ്പെട്ട് നാലമ്പല തീർത്ഥാടനങ്ങളില്ലായിരുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ രാമായണ മാസം എന്ന് പറയുന്നൊരു മാസമാക്കി കർക്കിടക മാസത്തെ മാറ്റിക്കഴിഞ്ഞു. നാലമ്പല തീർത്ഥാടനം എന്ന് പറയുന്ന ചടങ്ങ് സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു പുതിയ മാമാങ്കമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ഇത് നിലവിലില്ലാതിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അമ്മുമ്മ കഥ, രാമായണം വായന എന്ന് പറയുന്നത് വളരെ ചിരപുരാതനമായ ഒരു വായനയായിരുന്നു. 5000 വർഷത്തെ പഴക്കമുണ്ട് ഈ വായനയ്ക്ക് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിൽ 9ാം നൂറ്റാണ്ട് മുതൽ വാഴപ്പള്ളി ശിലാശാസനം ഉൾപ്പെടെയുള്ള രേഖകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്ഷേത്ര സംബന്ധിയായ ഗ്രന്ഥവരികൾ. ഈ ക്ഷേത്ര സംബന്ധിയായ ഗ്രന്ഥവരികളിൽ ഒരിടത്തും രാമായണം ക്ഷേത്രത്തിൽ വായിച്ചിരുന്നതിനെ സംബന്ധിച്ച് ഒരു വരി തെളിവ് പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രാമായണം വായിച്ചിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുലിയൂർ ഗ്രന്ഥവരി, ഒരുപാട് ഗ്രന്ഥവരികൾ നമുക്ക് മധ്യകാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 14ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം വരെയുള്ള ക്ഷേത്രരേഖകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ക്ഷേത്ര ഗ്രന്ഥവരികളിൽ ഒരിടത്തും രാമായണം എന്ന് പറയുന്ന പുസ്തകം വായിച്ചതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. കാരണം രാമായണ വായന കേരളത്തിലെ ക്ഷേത്രാരാധനകളുടെ ഭാഗമായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, രാമൻ പോലും കേരളത്തിലെ ക്ഷേത്രാരാധനയുടെ ഭാഗമായിരുന്നില്ല. രാമൻ പോലും. കാരണം രാമന് കേരളത്തിൽ അങ്ങനെ വലിയൊരു ഇടമൊന്നും ഉണ്ടായിരുന്നില്ല. രാമനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ യഥാർത്ഥത്തിൽ ഈ നൂലിൽ ഇങ്ങനെ കെട്ടിയിറങ്ങുന്നത് പോലെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കെട്ടിയിറങ്ങുകയാണ് ചെയ്തത്. കാരണം കേരളത്തിലെ ആരാധനാമൂർത്തികളുടെ സ്ഥാനം പട്ടിക ഒന്ന് പരിശോധിച്ചാൽ അതിൽ രാമനില്ല. കേരളത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും പഴയ താന്ത്രിക ഗ്രന്ഥം പ്രയോഗമഞ്ജരി, അതിൽ ശിവനെക്കുറിച്ചാണ് പരാമർശം, രാമനില്ല. ഈശാന ശിവഗുരുദേവ പദ്ധതി, രാമനില്ല. വിഷ്ണു സംഹിത, വിഷ്ണുവിനെ പറ്റി മാത്രമേ ഉള്ളൂ, രാമനില്ല. പിന്നീട് വരുന്ന തന്ത്രസമുച്ചയത്തിൽ 7 ദേവതകളെപ്പറ്റി പരാമർശമുണ്ട്, രാമനില്ല.
ശേഷ സമുച്ചയം, തന്ത്രസമുച്ചയത്തിൽ ഇല്ലാത്ത ദേവതകളെ പറ്റിയാണ് ശേഷ സമുച്ചയത്തിൽ പറയുന്നത്. രാമനില്ല. കുഴിക്കാട്ട് പച്ച രാമനില്ല. കൈനിക്കര പച്ച രാമനില്ല. 200-ലധികം തന്ത്രഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിക്കുന്നതിലൊന്നും രാമൻ്റെ പൂജകളെപ്പറ്റി പരാമർശിക്കുന്ന ഒരു തന്ത്രഗ്രന്ഥം പോലും കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണർ രചിച്ചിട്ടില്ല. പിന്നീട് വളരെ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന് ശേഷം രചിക്കപ്പെടുന്ന സപരിവാരം പൂജകൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് രാമൻ്റെ പൂജ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രാമൻ്റെ ധ്യാനവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും സപരിവാരം പൂജകളിൽ പറയുന്നത് പൂജാക്രമങ്ങളെല്ലാം വിഷ്ണുവിൻ്റേത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാമന് പ്രത്യേകമായ പൂജാ വ്യവഹാരങ്ങളൊന്നും തന്നെ കേരളീയ തന്ത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രാമായണം വായനയും രാമാരാധനയും കേരളത്തിൽ ശക്തമായ അടിത്തറ ഉണ്ടായിരുന്ന ഒന്നായിരുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു 9ഓളം പോയിന്റുകളാണ് ഞാൻ മുഖ്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ്, ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യത്തെ വർഗീയതയുടെ പാഠശാലയാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായ വൈജ്ഞാനിക പ്രതിരോധമായി ഇതിഹാസ പാഠങ്ങളെ നമ്മൾ പുനർവായിക്കണം. ഇതാണ് ഒന്നാമത്തെ വാദം. വാദം ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യത്തെ വർഗീയതയുടെ പാഠശാലയാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ വൈജ്ഞാനിക പ്രതിരോധം തീർക്കുന്ന ഒന്നായി ഇതിഹാസ പുരാണങ്ങളെ നമ്മൾ വായിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിഹാസ പുരാണങ്ങളെ വർഗീയതയുടെ പാഠങ്ങളായി ചിലർ വ്യാഖ്യാനിക്കുമ്പോൾ, ആര് വ്യാഖ്യാനിക്കുമ്പോൾ? വർഗീയ ശക്തികൾ വ്യാഖ്യാനിക്കുമ്പോൾ പുരോഗമന ശക്തികൾ എന്ത് ചെയ്യണം? മതനിരപേക്ഷമായി ഇതിഹാസ പുരാണ പാഠങ്ങളെ കെട്ടഴിച്ച് വിടണം. എങ്ങനെ കെട്ടഴിച്ച് വിടണമെന്നാണ് ഈ പറയുന്നത്. ഈ പശുവിനെയും പോത്തിനെയും കാളയൊക്കെ ഇങ്ങനെ കെട്ടഴിച്ച് വിടുന്നത് പോലെ കെട്ടഴിച്ച് വിട്ടാൽ മതിയോ? ഈ കെട്ടഴിച്ച് വിട്ടാലുള്ള അനന്തരഫലം എന്തായിരിക്കും? ആ അനന്തരഫലത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഈ ഒരു വാദം സ്ഥാപിക്കുന്നതിൻ്റെ മുഖ്യമായിട്ട് ഈ വാദക്കാർ, ഇത്തരം വാദം ഉന്നയിക്കുന്നവർ ഡോക്ടർ BR അംബേദ്കറെയാണ് ഉദ്ധരിക്കുന്നത്. അവർ പറയും, ഇതിഹാസ പാരമ്പര്യത്തെ അപ്പാടെ അയുക്തികവും ബ്രാഹ്മണികവും വർഗീയവുമായി മുദ്രകുത്തി ഒറ്റയടിക്ക് തെള്ളുന്ന നിലപാട് ശരിയല്ല എന്നാണ് പറയുന്നത്. വാദം എന്താണ്? ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളെ അപ്പാടെ അയുക്തികവും ബ്രാഹ്മണികവും വർഗീയവുമായി മുദ്രകുത്തി ഒറ്റയടിക്ക് തെള്ളുന്ന നിലപാട് ശരിയല്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഡോക്ടർ BR അംബേദ്കറെ ഉദ്ധരിക്കുകയാണ്. അംബേദ്കർ എന്താണ് പറയുന്നത്? പ്രാചീന ഭാരത ചരിത്രം കുഴിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവന്നേ തീരൂ. അത് കുഴിച്ചെടുക്കാത്ത പക്ഷം പ്രാചീന ഭാരതത്തിന് ചരിത്രമില്ലാതെ പോകും. ഭാഗ്യവശാൽ ബുദ്ധമത സാഹിത്യത്തിൻ്റെ സഹായത്തോടെ അത് കുഴിച്ചെടുക്കാൻ കഴിയും. ബ്രാഹ്മണ ഗ്രന്ഥകാരന്മാർ ഭ്രാന്ത് പിടിച്ചു കൂന കൂട്ടിയ ചപ്പുചവറുകളിൽ നിന്നു വേണം അത് കുഴിച്ചെടുക്കാൻ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്. ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ചില പുരോഗമനകാരികൾ പറയുന്നത്, ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളെ അപ്പാടെ അയുക്തികവും ബ്രാഹ്മണികവും എന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല. അതിൽ ചില പുരോഗമനപരമായ ചില ആശയങ്ങൾ ഏതിലുണ്ട്? ഇതിഹാസ പുരാണ പാഠങ്ങളിലുണ്ട്. രാമായണത്തിൽ ചില പുരോഗമന ആശയങ്ങളുണ്ട്. ഉപനിഷത്തുക്കളിൽ ചില പുരോഗമന ആശയങ്ങളുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് മുദ്ര കുത്തി തെള്ളുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. യഥാർത്ഥത്തിൽ അംബേദ്കർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടത്? ഹിന്ദുമതത്തിലെ പ്രഹേളികകൾ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ ഡോക്ടർ BR അംബേദ്കർ ബ്രഹ്മസിദ്ധാന്തത്തെ വിമർശനാത്മകമായി പരിശോധിക്കുന്നുണ്ട്. അംബേദ്കർ പറയും, സാമൂഹിക ജനാധിപത്യത്തെ ഉദ്ഭൂതമാക്കുന്നതിന് സാഹോദര്യത്തിൻ്റെ ആശയത്തെക്കാളും പ്രബലമായ ഒരു ആശയത്തിന് ഹിന്ദു മതപരവും ദാർശനികവുമായൊരു ചിന്തയ്ക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. അതാണ് ബ്രഹ്മസിദ്ധാന്തം എന്നാണ് അംബേദ്കർ പറയുന്നത്. വിഷയം ഇച്ചിരി കട്ടിയാണ് കേട്ടോ, കാരണം സൈദ്ധാന്തിക പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ സാധാരണ പ്രഭാഷണങ്ങളിലെ പോലെ ഒരു രസത്തിൻ്റെ നൂല് ചിലപ്പോൾ ഒട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയണമെന്നില്ല. സൈദ്ധാന്തിക പ്രശ്നമാണ്. ഇപ്പോൾ ബ്രഹ്മസിദ്ധാന്തം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്.
ആ ബ്രഹ്മസിദ്ധാന്തം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ബ്രഹ്മസിദ്ധാന്തത്തിൽ സാഹോദര്യവും സമത്വവും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അംബേദ്കർ പറയുന്നതാണ്, ബ്രഹ്മസിദ്ധാന്തത്തിൽ സാഹോദര്യവും സമത്വവും ഒക്കെ നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞേക്കാം. തൊട്ടടുത്ത വാചകമാണ് ഏറെ ശ്രദ്ധേയം. അംബേദ്കർ പറയുന്നു, ബ്രഹ്മം അജ്ഞേയം തന്നെ ആയിക്കൊള്ളട്ടെ, എന്നാൽ അങ്ങനെയൊക്കെ തന്നെയുള്ള ഈ ബ്രഹ്മസിദ്ധാന്തത്തിന് ജനാധിപത്യത്തിന് വേണ്ട ഒരു അടിത്തറ എന്ന നിലയിൽ ബൃഹത്തായ മൂല്യമുള്ള ചില സാമൂഹിക വിവക്ഷകളുണ്ട്. എല്ലാവരും ബ്രഹ്മത്തിൻ്റെ ഭാഗമാണെങ്കിൽ എല്ലാവരും തുല്യരും ജനാധിപത്യം അർത്ഥമാക്കുന്ന അതേ സ്വാതന്ത്ര്യം എല്ലാവരും അനുഭവിക്കുന്നവരുമായിരിക്കണം. ഈ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ബ്രഹ്മം അജ്ഞേയമായിരിക്കാം, എന്നാൽ ജനാധിപത്യത്തിന് ബ്രഹ്മത്വത്തേക്കാൾ ശക്തമായൊരടിത്തറയെ പ്രദാനം ചെയ്യാൻ മറ്റൊരു തത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നത് അവിതർക്കിതമാണ്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മസിദ്ധാന്തത്തെക്കാളിലും പ്രാധാന്യം ഏതിനാണ്? ജനാധിപത്യത്തിന് തന്നെയാണ്. അതായത് മഹാഭാരതത്തിനും രാമായണത്തിലും ഏത് വലിയ മതനിരപേക്ഷ മൂല്യങ്ങളുണ്ടെങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കരുത് എന്നും ജനാധിപത്യ ആശയങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കണം എന്നുമാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞു വെക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം. നാമെല്ലാം, അംബേദ്കറിൻ്റെ വാക്കുകളാണ്, നാമെല്ലാം ദൈവത്തിൻ്റെ മക്കളാകയാൽ ജനാധിപത്യത്തെ പിന്തുണയ്ക്കണമെന്നത് ജനാധിപത്യത്തിനും നിലകൊള്ളാൻ ദുർബലമായൊരടിത്തറയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് എല്ലാവരും തുല്യരാണ്. ഇങ്ങനൊരു സമത്വ സിദ്ധാന്തം ഉണ്ടല്ലോ. അംബേദ്കർ പറയുന്നത് ജനാധിപത്യത്തിന് നിലകൊള്ളാൻ ദുർബലമായൊരടിത്തറയാണ് ഈ സിദ്ധാന്തം. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകയാൽ തുല്യത വേണം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയുന്ന ശക്തമായൊരടിത്തറയല്ലെന്നും തീർത്തും ദുർബലമായൊരടിത്തറയാണ് ബ്രഹ്മസിദ്ധാന്തമെന്നുമാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞു വെക്കുന്നത്. തൊട്ടടുത്ത വരിയിൽ അംബേദ്കർ പറയും, അത്തരമൊരടിത്തറയിൽ നിലകൊള്ളുന്നതാക്കപ്പെട്ടിടത്തൊക്കെ ജനാധിപത്യം ഇത്ര കണ്ടും ചഞ്ചലമായിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. അതുകൊണ്ടാണല്ലോ ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും അയോധ്യയിൽ രാമക്ഷേത്രം ഉയർത്തപ്പെടുകയും ചെയ്ത്. എന്തുകൊണ്ടാണ്? ഇതിഹാസ പുരാണ പാഠപാരമ്പര്യത്തിൻ്റെ വ്യവഹാരം അത്രമേൽ ശക്തമായതുകൊണ്ടും ജനാധിപത്യം ദുർബലമായതുകൊണ്ടുമാണ്. അപ്പോൾ അയോധ്യയിൽ ഹിന്ദുത്വവാദികൾ രാമനെ ഉയർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മതനിരപേക്ഷ രാമനെ കണ്ടെടുക്കുക, അല്ലേ? അതാണോ പരിഹാരം? ഹിന്ദുത്വം ഒരു രാമൻ, അവരുടെ കയ്യിൽ ഒരു രാമനുണ്ട്. അപ്പം നമ്മളെന്താ വേണ്ടത്? പുരോഗമന പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മതനിരപേക്ഷമായൊരു രാമനെ കണ്ടെടുക്കുക. പൂണൂലിട്ടൊരു രാമനുണ്ടെങ്കിൽ നമ്മൾ പൂണൂലിടാത്തൊരു രാമനെ സൃഷ്ടിക്കുക. അതാണോ പരിഹാരം? ചിന്തിക്കുക. ഞാൻ ഉത്തരം അവസാന ഘട്ടത്തിൽ പറയാം. ത്യാഗരാജൻ പറയും, ജഗദാനന്ദകാരകനാണ് രാമൻ. നമ്മൾ മതനിരപേക്ഷ രാമനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആരെയാണ്? ത്യാഗരാജനെയാണ്. ത്യാഗരാജൻ പറഞ്ഞു, രാമൻ ആരാണ്? ജഗദാനന്ദകാരകനാണ്. ജഗത്തിന് മുഴുവൻ ആനന്ദമുണ്ടാക്കുന്നവനാണ് രാമൻ എന്ന് ത്യാഗരാജൻ പറഞ്ഞു. കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് വളരെ മനോഹരമായൊരാശയം. പക്ഷേ കേരളത്തിൽ നാരായണ ഗുരുസ്വാമികൾ എന്താണ് പറഞ്ഞത്? രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. ഒരിക്കലും നാരായണ ഗുരു എന്ത് ചെയ്തില്ല? രാമ അപദാനങ്ങളെ അതിനെ പിന്തുടരുകയോ രാമപാഠങ്ങളെ അംഗീകരിക്കുകയോ ചെയ്തില്ല. ഗുരുസ്വാമികൾ രാമകൽപ്പനങ്ങളെ നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നേർശിഷ്യൻ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ നിരസിക്കുകയാണ് ചെയ്തത്. കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യം ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങളിൽ നിന്നും ആശയങ്ങളെ മതനിരപേക്ഷമായി കെട്ടഴിച്ച് വിട്ടല്ല ജാതി വ്യവസ്ഥയെ, ജാതി ഹിന്ദുത്വത്തെ വെല്ലുവിളിച്ചത്. സഹോദരൻ അയ്യപ്പനൊക്കെ നിശിതമായ വിമർശനമാണ് രാമനും കൃഷ്ണനും ഒക്കെ നേർക്ക് അഴിച്ചുവിട്ടത്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? കൃഷ്ണൻ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവമാണ്, അതുകൊണ്ട് നമുക്ക് കൃഷ്ണനെ ഇങ്ങനെ മതേതരമായി വീണ്ടെടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ എന്താണ്? സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു?
നാരായണ ഗുരുസ്വാമികൾ കൃഷ്ണനെ പറ്റി പറഞ്ഞു, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഇങ്ങനെ കേരളീയ നവോത്ഥാന പാരമ്പര്യത്തിന് ഇത്തരമൊരു പാരമ്പര്യം കൂടി ഉണ്ട്. ഈ പാരമ്പര്യം രാമനെയും കൃഷ്ണനെയും നിരസിക്കുന്ന, ബ്രാഹ്മണികമായ ദൈവസങ്കല്പങ്ങളെ നിരസിക്കുന്ന ഒരു പാരമ്പര്യം കേരളത്തിൻ്റെ പ്രബുദ്ധമായ സാമൂഹ്യ നവോത്ഥാന സംസ്കാരത്തിന് ആ പ്രക്രിയയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ആ നവോത്ഥാനത്തിൻ്റെ പാഠങ്ങളെ മറന്നുകൊണ്ടാണ് രാമനെയും കൃഷ്ണനെയും ഒക്കെ തന്നെ നവോത്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിൻ്റെ അർത്ഥം രാമനെയോ കൃഷ്ണനെയോ ആരും ആരാധിക്കേണ്ടെന്നല്ല. രാമനെയും കൃഷ്ണനെ ആരാധിക്കാം, അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഗുരുസ്വാമികൾ പറഞ്ഞു, മതം എന്നാൽ അഭിപ്രായമാണ്. മതം എന്നാൽ അഭിപ്രായമാണ് എന്ന് പറഞ്ഞതിലൂടെ മതം ഒരു വ്യക്തിയുടെ ബോധ്യമാണ്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആമുഖ പ്രഭാഷണം നിർവഹിക്കവേ സത്യവ്രതസ്വാമികൾ പറഞ്ഞത്, രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രാമകൃഷ്ണന്മാർക്ക് ഏതേത് മതങ്ങളിൽ വിശ്വസിക്കണം, വിശ്വസിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിനുള്ള പശ്ചാത്തലം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇതാണ് സത്യവ്രതസ്വാമികൾ പറഞ്ഞത്. അതുകൊണ്ട് രാമനെ മതനിരപേക്ഷമായി കെട്ടഴിച്ച് വിടുകയോ കെട്ടഴിച്ച് വിടാതിരിക്കുകയോ അദ്ദേഹം മതവാദിയോ ഇത് പറയലല്ല നമ്മുടെ ജോലി. അത് ചെയ്യേണ്ടത് വിശ്വാസികളാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ഇത് യഥാർത്ഥത്തിൽ മതനിരപേക്ഷമെന്ന് പറയുന്ന ആശയത്തിലേക്ക് ചേരുന്ന ഒന്നാണോ, അങ്ങനെ മതനിരപേക്ഷമായി കെട്ടഴിച്ച് വിട്ടാൽ ഉള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെയാണ് ആഴത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ബ്രഹ്മസിദ്ധാന്തത്തിൽ തുല്യതയും ജനാധിപത്യവും സങ്കല്പിച്ചെടുക്കാൻ കഴിയുമെങ്കിലും ജനാധിപത്യം എന്ന ആശയം തന്നെയാണ് കൂടുതൽ മഹത്തരമെന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്ഥാപിക്കുന്നത്. നാമെല്ലാം ദൈവത്തിൻ്റെ മക്കളാകയാൽ ജനാധിപത്യത്തെ പിന്തുണയ്ക്കണമെന്നത് ജനാധിപത്യത്തിന് നിലക്കൊള്ളാൻ ദുർബലമായൊരടിത്തറയാണെന്ന് പറയുന്നതിലൂടെ ബ്രഹ്മസങ്കല്പത്തിൻ്റെ നിരർത്ഥകതയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വ്യക്തമാക്കുന്നത്. അംബേദ്കറിൻ്റെ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് ബലം നൽകുന്ന രീതിയിലുള്ളൊരു വാചകം ബൃഹദാരണ്യകോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ എഴുതുന്നുണ്ട്. ശങ്കരാചാര്യർ ബ്രഹ്മസങ്കല്പത്തെ നിർവചിക്കുന്നു. ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രഹ്മത്തെ നിർവചിക്കുകയാണ് ശങ്കരാചാര്യർ. ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണൻ്റെ ജാത്യഭിമാന ഹേതുവായി ബ്രഹ്മത്തെ ആ പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണ ജാതിയുടെ അഭിമാനത്തെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മമെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. അല്ലാതെ പിൽക്കാലത്ത് സുകുമാർ അഴീക്കോട് തത്വമസി എഴുതി വ്യാഖ്യാനിച്ചതുപോലെ വലിയ കടാകടിയൻ സിദ്ധാന്തമൊന്നും അല്ല. തത്വമസി ആണെങ്കിലും കൊള്ളാം, അഹം ബ്രഹ്മാസ്മി ആണെങ്കിലും കൊള്ളാം, അയം ആത്മാ ബ്രഹ്മയാണെങ്കിലും കൊള്ളാം. ഇതെല്ലാം അടിസ്ഥാനപരമായി ജാതിബ്രാഹ്മണ്യത്തെ ഉറപ്പിക്കുന്ന സിദ്ധാന്തങ്ങളും പുസ്തകങ്ങളുമാണ് ഈ ഉപനിഷത്തുക്കൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ശങ്കരാചാര്യരുടെ ദശോപനിഷത്ത് ഭാഷ്യം മാത്രം വായിച്ചു നോക്കിയാൽ അതിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് പിടികിട്ടും. സുകുമാർ അഴീക്കോട് പറയുന്നത് ശങ്കരാചാര്യരെ ഇന്ത്യ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണ്. വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞ ആളാണ് ശങ്കരാചാര്യർ. ഇത് പറഞ്ഞത് മനുവല്ല. നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്നത് വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞത് മനുവാണെന്നാണ് പറയുന്നത്. അർത്ഥത്തിൽ മനുവല്ല പറഞ്ഞത്, അത് ഗൗതമധർമ്മസൂത്രകാരനാണ്. ഗൗതമധർമ്മസൂത്രകാരൻ്റെ ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ശങ്കരൻ പറയുന്നത് വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്ന്. അഴീക്കോട് പറയുന്നത് എന്താണ്? ഇന്ത്യ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണ് അദ്വൈത സിദ്ധാന്തവും ശങ്കരാചാര്യരും. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ ഒരു മുട്ടുസൂചി പോലും കണ്ടുപിടിക്കാൻ അനുവദിക്കാതെ, ഒരു ചൂല് പോലും ഉണ്ടാക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മനുഷ്യരെ പിന്നോട്ടടിച്ച സിദ്ധാന്തത്തിൻ്റെ പേരാണ് അദ്വൈത സിദ്ധാന്തം. ഒരു ഗുണം അതുകൊണ്ട് മനുഷ്യർക്കുണ്ടായിട്ടില്ല, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വെറുതെ അദ്വൈതം എന്നിങ്ങനെ പറഞ്ഞ് നടക്കാവുന്നല്ലാതെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അംബേദ്കർ പറയും, ഒരു കൈയിൽ ഏറ്റവും ജനാധിപത്യപരമായ ബ്രഹ്മയിസം എന്ന സിദ്ധാന്തവും മറുകൈയിൽ ജാതികളും ഉപജാതികളും പുറംജാതികളും പ്രാകൃത ഗോത്രങ്ങളും കുറ്റവാളി ഗോത്രങ്ങളും കൊണ്ട് സ്വൈര്യം കെടുത്തുന്നൊരു സമൂഹവും നമുക്കുണ്ട്.
ഒരേ സമയം ബ്രഹ്മമെന്ന തുല്യതയെ സങ്കല്പിക്കുന്ന ഒരു സിദ്ധാന്തവും തുല്യത ഒരിക്കലും നടപ്പിൽ വരുത്താനിടയില്ലാത്ത വിധം അടഞ്ഞ ജാതി വ്യവസ്ഥയും അംബേദ്കറുടെ വാക്കുകളിൽ പറഞ്ഞാൽ അത്തരം രണ്ട് വൈരുദ്ധ്യങ്ങളുടെ അവതാരകൻ എന്നതിൽ സന്തുഷ്ടനാകാൻ ഒരു കിറുക്കന് മാത്രമേ കഴിയൂ. അംബേദ്കർ പറയുന്നത് ഒരു കൈയിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്നാണ് അംബേദ്കർ പറഞ്ഞത്. കാരണം ഇവിടെ തന്നെ പറഞ്ഞല്ലോ, നോക്കുമ്പോൾ കാണുന്നത് മുഴുവൻ ജാതിഹീനതയും ജാതി വ്യത്യാസവും ശ്രേണീകരണവുമാണ്. മറ്റേടത്ത് തത്വമസി എന്ന് പറയുന്നു. ഈ തത്വമസി എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? തത്വമസി എഴുതിയ പുസ്തകത്തിൽ പോലും തത്വമസി പ്രവർത്തിച്ചിട്ടില്ല. തത്വമസി പറയുന്ന പുസ്തകം ചാന്തോക്യോപനിഷത്താണ്. ചാന്തോക്യോപനിഷത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ചണ്ടാളന്മാരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ് ചാന്തോക്യോപനിഷത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ വളരെ കൃത്യമായി ഇതിഹാസ പുരാണ പാഠങ്ങളിൽ ചില മതനിരപേക്ഷവാദികൾ പ്രകടിപ്പിക്കുന്നത് പോലെ നന്മയോ ബഹുസ്വരതയോ കണ്ടെടുക്കലായിരുന്നില്ല അംബേദ്കറുടെ ഉദ്ദേശം. ഒന്നാമത്തെ വാദം എന്താണ്? അംബേദ്കർ ചെയ്തത് പ്രാചീന ഭാരത ചരിത്രം കണ്ടെടുക്കുക എന്നതിലൂടെ ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളെ മതനിരപേക്ഷമായി കെട്ടഴിച്ചു വിടാനാണ് അംബേദ്കർ ശ്രമിച്ചത് എന്നാണ് ചില പുരോഗമനകാരികൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ എന്താണ് ബോധ്യപ്പെടുന്നത്? അംബേദ്കർ ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങൾ പരിശോധിച്ചത് അതിൽ നിന്നും ഇന്ത്യയുടെ പ്രാചീന ഭാരത ചരിത്രത്തെ കണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ അതിനെ മതനിരപേക്ഷമായി കെട്ടഴിക്കുന്നതിന് വേണ്ടിയല്ല. മാർസ് ഒരു ഭൂതത്തെപ്പറ്റി പറയുന്നുണ്ടല്ലോ, ആ ഭൂതം ഇങ്ങനെ തുറന്നു വിട്ട ഭൂതത്തെപ്പറ്റി മാർസ് പറയുന്നുണ്ട്. തൽക്കാലം ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ അംബേദ്കർ പറയും, ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മതനിരപേക്ഷമായി കെട്ടഴിച്ചു വിടാനല്ല പറഞ്ഞത്. എന്താണ് അംബേദ്കറിൻ്റെ പോയിന്റ്? ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ അതിൽ നിന്നും നന്മ, ബഹുസ്വരത, ജനാധിപത്യം ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശെ ക്യാപ്സൂൾ പരുവത്തിൽ കണ്ടെടുക്കുക, പുകസയുടെ വേദികളിൽ വിതരണം ചെയ്യുക. ആ ഹിന്ദുത്വ രാമൻ്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു. അങ്ങനെ പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇതിഹാസങ്ങളും അതിലെ കഥാപാത്രങ്ങളും ഇന്ത്യയിലെ വർത്തമാനകാല ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെ വലിയ ഒരളവോളം നിർണ്ണയിക്കാൻ പോലും അവയ്ക്ക് കഴിയുന്നുണ്ടെന്നും ഉള്ള നിരീക്ഷണങ്ങളുമുണ്ട്. യാഥാർത്ഥ്യവുമാണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത്തരം കൃതികളെ അഭിസംബോധന ചെയ്യുകയും അവ പൊതുജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ മണ്ഡലത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുക എന്നതാണ് നിർണായക പ്രാധാന്യമുള്ള രാഷ്ട്രീയ ദൗത്യം. അപ്പോൾ ഹിന്ദുത്വം രാമനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ പ്രസ്താവന പറയുന്നത്. നമ്മൾ രാമനെ എന്ത് ചെയ്യണം? ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ മണ്ഡലത്തിലേക്ക് പുനരാനയിക്കണം. ഹിന്ദുത്വം കൃഷ്ണനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള കീഴാള കൃഷ്ണനെ അവതരിപ്പിക്കണം. ഹിന്ദുത്വം സീതയെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയെ വെച്ചുകൊണ്ട് ഹിന്ദുത്വത്തിൻ്റെ സീതയെ പ്രതിരോധിക്കണം. ഇതാണ് വാദം. ഈ വാദം വളരെ വിശദമായി പരിശോധിക്കേണ്ട വാദമാണ്. ഞാനിവിടെ വാദങ്ങളെ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ, വ്യക്തികളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നേയില്ല. ഉള്ളി വാദങ്ങൾ മാത്രം. അപ്പോൾ ഈ ആശയം പറഞ്ഞുകൊണ്ട് ഈ ആശയത്തിൻ്റെ വക്താക്കൾ പറയുന്നത്, മഹാഭാരത പഠനങ്ങളുടെ സങ്കീർണവും വിപുലവുമായ ലോകം അനാവരണം ചെയ്തുകൊണ്ട് മഹാഭാരതത്തിൻ്റെ ബഹുസ്വരാത്മകവും മതനിരപേക്ഷവും ജനസംസ്കാരപരവുമായ ഉള്ളടക്കം വെളിപ്പെടുത്താനാണ് ആധുനിക ദശയിൽ മതാത്മകമായി കെട്ടിയുറപ്പിക്കപ്പെട്ട മഹാഭാരത പഠനത്തെ മതനിരപേക്ഷമായി കെട്ടഴിച്ചു വിടാനുള്ള ശ്രമമെന്ന് ഇതിനെ പ്രാഥമികമായി വിശേഷിപ്പിക്കാം. എപ്പോഴും പറയുന്നൊരു വാചകമാണ് കെട്ടഴിച്ചു വിടുക. കെട്ടഴിച്ചു വിടുന്ന ഒന്നും പിന്നെ തിരിച്ചു വരുത്തില്ല കേട്ടോ. ഞാൻ കണ്ണൂരൊരു ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി. ഈ കെട്ടഴിച്ചു വിടുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സഖാവ് എന്നോട് പറഞ്ഞത്,
വളരെ ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, ഈ ഹിന്ദുത്വവാദികൾ അമ്പലം പിടിച്ചെടുക്കുന്നുണ്ടല്ലോ, അമ്പലത്തിൻ്റെ ഭരണം ഹിന്ദുത്വവാദികൾ പിടിച്ചെടുക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കുറേ സഖാക്കന്മാർ അമ്പലത്തിലേക്ക് പോയി. കെട്ടഴിച്ച് വിടുക, ഓർമ്മ വേണം, ഈ വാചകം മറന്നു പോകരുത്. പക്ഷേ പോയ സഖാക്കന്മാർ തിരിച്ചു വന്നില്ല എന്നാണ് പ്രിയപ്പെട്ട കണ്ണൂരിലെ സഖാവ് എന്നോട് പറഞ്ഞത്. പോയ സഖാക്കന്മാർ തിരിച്ചു വന്നില്ല. എന്തുകൊണ്ടാണ് പോയ സഖാക്കന്മാർ തിരിച്ചു വരാതിരുന്നത്? ഈ പ്രശ്നമാണ്. ഏത് പ്രശ്നം? ഈ രാമൻ്റെയും കൃഷ്ണൻ്റെയും പ്രശ്നത്തിൽ നമുക്ക് വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല. എങ്ങനെ അതിനെ സമീപിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവിടെ ചെന്ന് മണിയടയും ഒച്ചയും ദീപാരാധനയെല്ലാം കാണുമ്പോൾ അറിയാതെ നമ്മൾ രോമാഞ്ചകഞ്ചുകിതരായി തീരും. ആശയപരമായ വ്യക്തതയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ കെട്ടഴിച്ച് വിട്ടുപോയ ആളുകളൊന്നും തിരിച്ച് പിന്നെ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മതാത്മകമായി കെട്ടിയുറപ്പിക്കപ്പെട്ട മഹാഭാരത പാഠത്തെ മതനിരപേക്ഷമായി കെട്ടഴിച്ച് വിടുക, ഇവിടെയാണ് അംബേദ്കറിൻ്റെ പ്രസക്തി. യഥാർത്ഥത്തിൽ അംബേദ്കർ ചെയ്തത് എന്താണെന്ന് പരിശോധിക്കേണ്ടി വരുന്ന സന്ദർഭം ഇതാണ്. അംബേദ്കർ ഇതിഹാസ പാഠങ്ങളെ പഠനവിധേയമാക്കിയത് മതനിരപേക്ഷമായി കെട്ടഴിച്ച് വിടുക എന്ന ലക്ഷ്യത്തിലായിരുന്നില്ല. അതാണ് ഞാൻ ഏറ്റവും ആമുഖത്തിൽ ഈ സംഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എഴുതിയ ഡോക്ടർ മീരാനന്ദയെ സൂചിപ്പിച്ചത്. മീരാനന്ദ പറയുന്നത് എന്താണ്? ഹിന്ദുയിസത്തിൻ്റെ ഗ്രന്ഥപാഠങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മതനിരപേക്ഷമായി കണ്ടെടുക്കാനുള്ള ശ്രമം അല്ല നടത്തേണ്ടത്. പകരം എന്താണ് വേണ്ടത്? വിമർശനാത്മകമായി പരിശോധിക്കണം. വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടും. അത് കാളിദാസൻ പറയുന്നുണ്ട്. കാളിദാസൻ മാളവികാഗ്നി മിത്രത്തിൻ്റെ ആമുഖത്തിൽ കാളിദാസൻ പറയും, പുരാണമിത്യേവ ന സാധു സർവം ന ചാപികാവ്യം നവമിത്യവദ്യം സന്തഃ പരീക്ഷാന്യതരത് ഭജന്തേ മൂഢഃ പരപ്രത്യേനേയ ബുദ്ധി. പുരാണമിത്യേവ ന സാധു സർവം, പഴയതാണെന്ന് കരുതി, പുരാണങ്ങളാണെന്ന് കരുതി അതെല്ലാം ന സാധു സർവം ശരിയായിക്കൊള്ളണമെന്നില്ല. പുതിയതാണെന്ന് കരുതി എല്ലാം തെറ്റായിക്കൊള്ളണമെന്നുമില്ല. പുതിയതെല്ലാം നല്ലതായിക്കൊള്ളണമെന്നുമില്ല. കാളിദാസൻ്റെ ഈ വീക്ഷണഗതി വളരെ പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചില നല്ല ആശയങ്ങൾ ചിലപ്പോൾ അതിൽ കണ്ടേക്കാം. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്. ആ ആശയങ്ങളൊന്നും ആര്യബ്രാഹ്മണരുടെ ആശയങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും വേണ്ടത്. 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന തന്ത്രസാര സംഗ്രഹം, കേരളത്തിൽ ഒരു നമ്പൂതിരി ബ്രാഹ്മണൻ രചിച്ച ടെസ്റ്റാണ് തന്ത്രസാര സംഗ്രഹം. അതിലൊരു വാചകം കാണാം, മൈത്രി കരുണ മുദിതോപേക്ഷ മനസ്സി ഭാവയേത്. മൈത്രിയും കരുണയും മുദിതവും ഉപേക്ഷയും മനസ്സിൽ ഭാവന ചെയ്യണം. ആര്യബ്രാഹ്മണ്യത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എവിടെങ്കിലും മൈത്രിയോ കരുണയോ മുദിതമോ ഉപേക്ഷയോ ഉണ്ടോ? കരുണയുണ്ടോ ആര്യബ്രാഹ്മണരുടെ ജീവിതത്തിൽ? മറ്റുള്ളവരെ അകറ്റി നിർത്തുകയും അവരോട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വെച്ച് പുലർത്തുന്ന ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് മറ്റുള്ളവരോട് എങ്ങനെ മൈത്രി ഉണ്ടാവും? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ബുദ്ധൻ്റെ ആശയമായിരുന്നു. ഈ ബുദ്ധൻ്റെ ആശയം, ബുദ്ധ ടെസ്റ്റുകൾ, ബൗദ്ധ ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലേക്ക് സ്വാംശീകരിച്ചപ്പോൾ ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ത് ചെയ്തു? ആ വരികൾ കൂടി ഇങ്ങോട്ട് സ്വാംശീകരിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ആ ആശയത്തോട് ആർക്ക് മമതയില്ല? ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് മമതയില്ല. അതുകൊണ്ട് മഹാഭാരതത്തിൽ ബൗദ്ധമായ, ജൈനമായ, തദ്ദേശീയമായ, കീഴാളമായ ആശയങ്ങൾ കണ്ടേക്കാം. അതൊന്നും മഹാഭാരതം രചിച്ച ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ ആശയങ്ങളല്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് മതനിരപേക്ഷമായി കെട്ടഴിച്ചു വിടുമ്പോൾ നമ്മുടെ വീക്ഷണകോണിൽ സംഭവിക്കുന്ന പ്രശ്നം, ഈ ബ്രാഹ്മണ പാഠങ്ങൾ മതനിരപേക്ഷമാണെന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതും. സ്വതന്ത്ര സമുദായം എഴുതി ഈ മാധവൻ പറഞ്ഞു, ഹിന്ദുക്കളുടെ വേദാന്തങ്ങളും പുരാണാദി ചപ്പുചവറുകളും എല്ലാം അവർണരെ വെറും പട്ടികളെക്കാൾ നികൃഷ്ടരാക്കുവാനല്ലാതെ മറ്റെന്തിനാണ് ഉപകരിച്ചിട്ടുള്ളത്? ചോദിക്കുന്നത് സ്വതന്ത്ര സമുദായം എഴുതി ഈ മാധവന. നവോത്ഥാനം കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ മാധവൻ പറഞ്ഞാണ്, ഹിന്ദുക്കളുടെ വേദാന്തങ്ങളും പുരാണാദി ചപ്പുചവറുകളുമെല്ലാം. ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം, ചപ്പുചവർ. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? മതനിരപേക്ഷമായി കെട്ടഴിച്ചു വിടുകയാണ്. മതനിരപേക്ഷമായിട്ട് കെട്ടഴിച്ചങ്ങോട്ട് പോവുകയാണ്.
എവിടെ ചെല്ലുമെന്ന് ആർക്കറിയാം. ചാണകക്കുഴിയിലേക്കാണ് സഞ്ചാരം. കണ്ണൂരിലെ സഖാവ് പറഞ്ഞാൽ തിരിച്ചു വരുത്തേയില്ല, ഒറ്റ പോക്ക. എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ആശയം ആരുടേതാണ്? മൈത്രി എന്ന് പറയുന്ന ആശയം ആരുടേതാണ്? അത് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ ആശയമല്ല, അത് ബൗദ്ധമായ ആശയമാണ്.